വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഹോബാർട്ടിലെത്തിയെന്നാണല്ലോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളപ്പോൾ പോകുന്നത് സലമാങ്ക മാർക്കറ്റ്. അപ്പോൾ ഹോബാർട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇത് സാറ്റർഡേയ്സിൽ മാത്രമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതൊരു ഓപ്പൺ മാർക്കറ്റാണ്. ഇവിടെ 350ഓളം സ്റ്റോൾസ് ഉണ്ട്. അവിടെ പലവിധ ഒറിജിനൽ ആർട്ട് വർക്ക്സ്, സെറാമിക്സ്, ലെതർ ഗുഡ്, ഇതൊക്കെ ലോക്കൽ മെയ്ഡാണ്. അതുപോലെ തന്നെ ചീസസ്, ബ്രെഡ്സ്, വൈൻസ്, ഫ്ലവേഴ്സ്, പിന്നെ ഇവിടെ ഒരുപാട് ലൈവ് പെർഫോമൻസസ് നമുക്ക് കാണാം. അത് വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നമുക്കിവിടെ കുറേ ഫുഡ് ഐറ്റംസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ മെയിൻലാൻഡ് ഓസ്ട്രേലിയയിൽ കാണുന്നേക്കാളും കുറേ കാര്യങ്ങൾ നമുക്കിവിടെ വന്നപ്പോൾ കാണാനും ഈ ഒരു അറ്റ്മോസ്ഫിയറേ ഡിഫറെൻറ്റാണ്. ഗൈസ് ഇവിടെ നോക്കൂ, അവരെഴുതി വെച്ചിട്ടുണ്ട് സോഫി ദ ടാസ്മാനിയൻ ഡെവിൾ. അപ്പോൾ ഒരാൾ ഒരു പുതിയ ടാസ്മാനിയൻ ഡെവിളിൻ്റെ പേരും കണ്ടുപിടിച്ചു. പിന്നെ ഇത് വിൻ്റർ ആയതുകൊണ്ട് കുറേ വിൻ്റർ ക്ലോത്ത്സ് ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒരു കഴിക്കുന്ന സാധനം മേടിച്ചു. ചോക്ലേറ്റ് റാസ്ബെറി, റോസ് വാട്ടർ പിസ്താഷ്യോ, ബാങ്ക് കോക്കനട്ട്. ഇത് എന്താ സോഫു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പിന്നെ ഞങ്ങളിങ്ങനെ പയ്യെ കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് കുറേ നടക്കാനുണ്ട്. നമുക്കിവിടെ കുറേ പാർക്സും അതുപോലെ തന്നെ കുറേ പെർഫോമൻസസും കാണാൻ പറ്റി. ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവർ കുറച്ച് റെസ്റ്റ് എടുക്കാമായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് വേറെ അധികം പെർഫോമൻസ് ഒന്നും കാണാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് എ ബാൻഡ് പെർഫോമൻസ്. അപ്പോൾ ഇത് കുറച്ച് നേരം കേട്ടാലോ. പിന്നെ നമ്മളിവിടുത്തെ ബെറീസൊക്കെ ട്രൈ ചെയ്യണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ